ഒരിക്കൽ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എല്ലാ ജോലികളും കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞിട്ട് പാതിരാത്രിയിൽ അലിയാർ തങ്ങൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മുഖമിങ്ങനെ വാടിയിരിക്കുകയാണ്. ഫാത്തിമയ്ക്ക് എന്തോ സങ്കടമുണ്ട്, ഫാത്തിമയ്ക്ക് എന്തോ വിഷമമുണ്ട്. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഫാത്തിമ? ഒന്നുമില്ല അലിയേ, ഒന്നുമില്ല അലിയേ. തന്റെ ഭർത്താവിന്റെ മനസ്സിന് വേദനയാകുമെന്ന് കരുതിയിട്ട് ഫാത്തിമ മിണ്ടുന്നില്ലടോ. അവസാനം അലിയാർ തങ്ങൾ ഫാത്തിമയുടെ ചാരത്തിരുന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമകളുടെ കയ്യിലങ്ങ് പിടിക്കുമ്പോ ഫാത്തിമ കൈവലിക്കുകയാ. ഫാത്തിമ എവിടെന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാ. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാ. എന്ത് ചെയ്തിട്ടാണെന്നറിയോ? പടച്ചവനെ, അടുക്കളയിൽ ജോലി ചെയ്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാ, ഒരുപാട് സമ്പത്തൊന്നുമില്ലാത്തവനാ. ഗോതമ്പ് വാങ്ങിയിട്ട് ഫാത്തിമയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അത് കല്ലുകൊണ്ട് പൊടിക്കുകയാ. പൊടിച്ച മാവ് കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ അവര് ജീവിക്കുന്നത്. അത്രത്തോളം പാവപ്പെട്ടവരാണ്. ആ കല്ല് പിടിച്ചിട്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുന്നത്. പടച്ചറപ്പേ, ഇത് പറയുമ്പോ എന്റെ പെങ്ങള് ചിന്തിക്കും, സിറാജ്, കല്ല് പിടിച്ചാ കൈ പൊട്ടുമോ? നിനക്കറിയില്ല ഉമ്മ. ഗൈൻഡറും മെഷീനും പിടിക്കുന്ന നിനക്കതറിയില്ല. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ കഷ്ടപ്പാട് എന്തെന്നറിയോ? ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട്. ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ, ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ മക്കളെ എങ്ങനെയാണ് ഫാത്തിമ ഉറക്കുന്നതെന്നറിയോ? അള്ളാഹുവേ, തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറ് കെട്ടിയിരിക്കുകയാണ്, മറുഭാഗം തന്റെ കാലിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്. പടച്ചവനെ, മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കള് കരഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കാലുകൊണ്ടിങ്ങനെ ആട്ടിയാട്ടിയാണ് മക്കളെപ്പോലും ഉറക്കിയിരുന്നത്. അത്രത്തോളം കഷ്ടപ്പാടാണ്, അത്രത്തോളം ജോലിയാണ്. അങ്ങനെ പടച്ചവനെ, രണ്ടുപേരും കിടക്കുകയാ. ഫാത്തിമ ഉറങ്ങുന്നില്ല. അലിയാർ നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അങ്ങനെ രണ്ടുപേരും കിടന്നുറക്കാൻ അങ്ങനെ കിടക്കുമ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നിന്റെ സങ്കടം മാറാൻ, നിന്റെ കഷ്ടപ്പാട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. നിന്റെ പ്രയാസം മാറണം, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ അലിയേ, എന്തേ അലിയേ? ഫാത്തിമ, നാളെ നീ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോകണം ഫാത്തിമ. നിന്റെ വാപ്പാനെ കാണാൻ നീ പോകണേ ഫാത്തിമ. നിന്റെ ഉപ്പാടെടുക്കൽ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം, നിന്റെ കഷ്ടപ്പാട് പറയണം, നിന്റെ സങ്കടം പറയണം. ഉപ്പാന്റെ അടുക്കൽ ഒരുപാട് അടിമകളുണ്ട്. നീ വാപ്പയോട് പറയണം, ഉപ്പാ, എനിക്കൊരടിമയെ വേണമുപ്പാ, എനിക്കൊരടിമയെ വേണമുപ്പാ. നീ ചോദിച്ചാ നബിതങ്ങൾ തരും ഫാത്തിമ. നിന്നെ വല്ലാത്ത ഇഷ്ടമാ ഫാത്തിമ. നീ ചെന്ന് ചോദിച്ചാ വാപ്പ തരും ഫാത്തിമ. കിട്ടിയാൽ സഹായമായല്ലോ, നിന്റെ പ്രശ്നം മാറുമല്ലോ. ഫാത്തിമ ചിന്തിച്ചു, നല്ലതാണല്ലോ പടച്ചവര്, വാപ്പയുടെ അടുക്കൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, എന്തായാലും എൻ്റെ വാപ്പ തരുമല്ലോ. അങ്ങനെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വാപ്പയെ കാണാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോവുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ല. നബി തങ്ങളെന്നൊരു യാത്ര പോയടോ. സുബഹി നമസ്കാരത്തിന് മുമ്പേ നബി തങ്ങൾ പോയടോ. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലില്ല. ഫാത്തിമയ്ക്ക് സങ്കടമായി. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ,
വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ, വല്ലാത്ത പ്രയാസമാ ഉമ്മ. വാപ്പ വരുമ്പോ എന്റെ സങ്കടം പറയണം, എനിക്കൊരടിമയെ വേണമുമ്മ, എനിക്ക് സഹായത്തിനൊരടിമയെ വാങ്ങിത്തരണമുമ്മ. ആയിഷ ബീവി അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. എന്തായാലും വാപ്പ വരുമ്പോ പറയാം ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ആയിഷ ബീവി തിരിച്ചു പറഞ്ഞു വിടുകയാ. പടച്ചവനെ, അന്ന് പാതിരാത്രിയാണ് നിബിതങ്ങൾ വന്നത്, ഒരുപാട് താമസിച്ചാണ് നിബിതങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ, കൈ പൊട്ടിയിരിക്കുകയാ, വല്ലാത്ത കഷ്ടപ്പാടാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ പൊന്നുമോളുടെ സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കുകയാ. ആ പാതിരാത്രിയിൽ തന്നെ നബി തങ്ങൾ എഴുന്നേറ്റടോ, എനിക്കെന്റെ ഫാത്തിമയെ കാണണം ആയിഷ, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നതാണ്, പാതിരാത്രിയായി നബിയേ, രാവിലെ കാണാൻ നബിയേ. ഇല്ല ആയിഷ, എൻ്റെ പൊന്നുമോളെ എനിക്ക് കാണണം ആയിഷ. നബി തങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു, നബി തങ്ങൾക്ക് അത്രയും സ്നേഹമായിരുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ വീട്ടിലേക്ക് രാത്രിയിൽ ചെല്ലുകയാണ്. അവിടെ നിന്ന് സലാം പറഞ്ഞടോ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്തേക്ക് കടന്നു ചെന്നു. അലിയാർ തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ഇരിക്കുക അലിയേ, ഇരിക്കു ഫാത്തിമ. തന്റെ പൊന്നാര മകളെയും മരുമകനെയും പിടിച്ചിരുത്തി രണ്ടുപേരുടെ ഇടയിൽ പോയിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കഷ്ടപ്പാടും ജോലിയും കാരണം കല്ല് പിടിച്ച് രണ്ട് കൈയും പൊട്ടിയിരിക്കുന്ന പൊന്നുമോള്. ആ പൊന്നുമോളുടെ കൈ പിടിച്ച് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാ. പെൺമക്കളുള്ള ഉപ്പമാര് ഒരു വാപ്പാരെ പോലെയാകണമെന്നറിയോ? ഒരു വാപ്പയാരാകണമെന്നറിയോ? ഒരു ഉമ്മയാരാകണമെന്നറിയോ? ഒരു വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ? എല്ലാവരും ചാടുന്നത് പോലെ നീ എടുത്ത് ചാടാ പാടില്ല വാപ്പാ. നീ പെണ്ണുങ്ങളെ പോലെയാകരുത്. അവരെന്തെങ്കിലും ചാടിക്കേറി പറയും, പക്ഷേ വാപ്പാ നീ അങ്ങനെയാകരുത്. പെങ്ങളെ, നീ ഒരുപാട് സൂക്ഷ്മതയുള്ളവളാകണം പെങ്ങള്. നിന്നെ പോലെ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ, നിന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് സമ്പത്തുള്ളതുപോലെ ഉണ്ടാകണമെന്നില്ല വാപ്പാ. ഒരുപാട് സൗകര്യമുണ്ടാകണമെന്നില്ല, അവിടെ കാറുണ്ടാകണമെന്നില്ല, അവിടെ ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കാം, അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും, വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. പടച്ചവനെ, അത് തിരുത്തി കൊടുക്കേണ്ടവനാണ് വാപ്പാ. വാപ്പയാണത് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ഒരു പിതാവും തന്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല. അതുപോലെ നബി തങ്ങൾക്ക് ഫാത്തിമാനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തന്റെ മക്കളുടെ സങ്കടം കേട്ടപ്പോ ആ പാതിരാത്രി തന്നെ നബി തങ്ങൾ എഴുന്നേറ്റ് പോയത്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണോ? ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ച് രണ്ട് കൈയും പൊട്ടിയിട്ട് വീട്ടിൽ ചെന്നിട്ട് സങ്കടം പറഞ്ഞ പൊന്നുമോള് പാതിരാത്രിയിൽ വന്ന് വിളിച്ചുണർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് ചോദിക്കുകയാ. നബിതങ്ങൾ തന്റെ പൊന്നാര മകളെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാകണം വാപ്പ, ഇതാകണം വാപ്പ. അല്ലാതെ നിന്നെ പോലെ മക്കൾ എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഉമ്മ കഷ്ടപ്പാടാ വാപ്പ, ഇവിടെ അടിയും, വണ്ടി വിളിച്ച് വന്നേരെ, ഇനി കയറി വന്നേരെ, വാരിക്കെട്ടി വന്നേരെ, കഴിഞ്ഞു, ഇനി അവിടെ പൊറുതിയൊന്നും വേണ്ട, തീർന്നു, അസ്സലാമു അലൈക്കും, മഅസ്സലാമ, കഴിഞ്ഞു. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി, അപ്പ തീർന്നു, വാരി വണ്ടി വിട്ടേക്ക്, വിളിക്ക്, വണ്ടി വിളിച്ചു വാ, മതി.
കഴിഞ്ഞു സഹോദര. ഇന്ന് അവിടെ ആർക്കും ഇന്ന് കുടുംബജീവിതത്തിൻ്റെ വിലയോ മഹത്വമോ, എത്രയോ പെണ്ണുങ്ങൾ വിധവകളാകുന്നു, എത്രയോ മക്കൾ എത്തിയുമാകുന്നു. വാശിയാടോ നമുക്ക്. പെണ്ണിനെക്കാളും വാശി വാപ്പായ്ക്ക്, ഭർത്താവിനെക്കാളും വാശി അമ്മായി അമ്മയ്ക്ക്. അല്ലാ പടച്ചവനെ, അങ്ങനെ വാശി. കുടുംബം ഒന്നും ഇതൊന്നും തകരുന്നതിനൊന്നും ഇന്ന് തലാക്ക് പറയുന്നതിന് കാരണമൊന്നും വേണ്ടടോ. ഇന്ന് ബന്ധം ഒഴിയുന്നതിന് കാരണങ്ങൾ കേട്ടാൽ നമ്മൾ തന്നെ ചിരിക്കും, നമുക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സോപ്പ് കാരണം കുടുംബജീവിതം. ഒരു പെണ്ണ് കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും സോപ്പുമായിട്ട് പോകും. ഓള് കുളിച്ചിട്ട് കുളിപ്പരേ വെക്കത്തില്ല, ആ സോപ്പ് കൊണ്ടുവന്ന് റൂമിൽ വെക്കും. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ. ചിലരെങ്ങനെയാടോ, ആ പെൺകുട്ടി ആ സോപ്പ് എന്നും കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. ഒരു ദിവസം ഭർത്താവിൻ്റെ സഹോദരി നോക്കുമ്പോൾ ഇവള് കുളിച്ചിട്ട് സോപ്പുമായിട്ട് പോന്നു. എവിടെ കൊണ്ടാ? ഞാൻ റൂമിലാണ് കൊണ്ടുവെക്കണം, ഇവിടെ വെക്കൂല. അപ്പോൾ ചോദിച്ചു, ഇവിടെ ആർക്കെങ്കിലും പകർച്ചവാദി വല്ലതും ഉണ്ടോ? തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ആ ഒരു സോപ്പ് കാരണം പിരിഞ്ഞടോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സാരി കാരണം വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു സാരി കാരണം ബന്ധം ഒഴിഞ്ഞവരില്ലേ? ഇവിടെ വാശി എന്ന് പറഞ്ഞാൽ ഈ പയ്യനും പെണ്ണും കൂടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരും. അതെങ്ങനെ? ഫോൺ വിളിക്കാൻ പോലും കൊടുക്കത്തില്ലല്ലോ. ഫോൺ ആദ്യം ഓഫാക്കി വെക്കും. അവൻ വിളിച്ചാൽ എടുക്കരുത്. ഒന്നാമത്തെ നിയമം അതാവാപ്പാടെ. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന വിഷയമുള്ള സഹോദര, സംസാരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഞാൻ എൻ്റെ പള്ളിയിൽ മസ്ലിഹത്തിന് സാധാരണ പരിപാടിക്ക് ഞാൻ ഇരിക്കാറില്ല. കഷ്ടകാലത്തിന് ഒരു വെള്ളിയാഴ്ച ഈ സംഭവം വന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ചർച്ചകളും അവസാനിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, സെറ്റിൽമെൻറ്റ് അഡ്വക്കേറ്റൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ 2 പേരും കൂടെ, ഞാൻ നോക്കുമ്പോൾ ഒരു അടിക്കുള്ള ആളുണ്ട്, 40 പേര് വരും 2 വിഭാഗത്തിൽ നിന്ന്. അങ്ങനെ കമ്മിറ്റി ഓഫീസിലും പുറത്തൊക്കെ ഭയങ്കര ബഹളം. ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തേ ഉസ്താദൊന്നും മിണ്ടാത്ത എന്തേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ പറയാനാ, ഇവിടെ ബദർ യുദ്ധം നിങ്ങളോടൊക്കെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആ പെണ്ണിനോടും പയ്യനോടും മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ പെണ്ണിൻ്റെ വാപ്പ പറയുക, എല്ലാ ചർച്ചയും കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സംസാരിക്കൊന്നും വേണ്ടാന്ന്, എല്ലാം കഴിഞ്ഞ് ഇനി സംസാരിക്കണ്ട. എന്നാൽ പിന്നെ പയ്യൻ്റെ ആൾക്കാർ പറഞ്ഞു, ഞാൻ എന്താ ഖത്തീബ് സംസാരിച്ചാൽ എന്താ കുഴപ്പം, അത് സംസാരിക്കട്ടെ. അങ്ങനെ എന്തായാലും പിന്നെ എനിക്ക് വേണ്ടി വഴക്കായി. ഒരു 5 മിനിറ്റ് എനിക്ക് തന്നു, 10 മിനിറ്റ് എനിക്ക് തന്നു. ഞാൻ ഇവർ 2 പേരെയും വിളിച്ചിട്ട് മദ്രസയുടെ മുകളിൽ പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടാ. ചോദിച്ചത് മാത്രമേ എനിക്ക്. അവിടെ ബദർ ഉഹദൊക്കെ നടന്നടോ, ബദർ യുദ്ധമൊക്കെ അവിടെ നടന്നു. ഈ പെണ്ണും പയ്യനും കൂടെ മുമ്പിലിരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള ഇതുപോലെ എനിക്ക് തന്നില്ല. പിന്നെ വിചാരിച്ചു പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന്. എടാ വാടാ പോടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടിക്കാൻ കൈപൊക്കി എന്തൊക്കെയോ നടന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇടിയും മഴയൊക്കെ കഴിഞ്ഞതുപോലെ എല്ലാം പറഞ്ഞപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ചങ്ങായി പോട്ടറാ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ ആയില്ലേ, ഒരു കുട്ടിയില്ലേ, നമുക്കൊന്ന് ജീവിച്ചുകൂടെ, ഒരവസരം കൊടുത്തൂടെ? ഇവളുടെ കൂടെ ജീവിക്കാനോ? സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം പറഞ്ഞിട്ട് ഇവർ ഒരുമിക്കണില്ലടോ. അവസാനം പിന്നെ 8ാമത്തെ അടകെന്ന് പറയുന്നത് ഞാൻ ചുമ്മാതെ പറഞ്ഞു, നിങ്ങൾ താഴെ ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും പിരിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അവർ പിരിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും കുറേ കാലം ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് പൊക്കോ. നിങ്ങൾ പിരിഞ്ഞോ, പക്ഷെ അതിനു മുമ്പൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയി. ഇനി അവസരമില്ല. ഞാൻ വാതിലടച്ചു പുറത്തിറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ലടോ. എനിക്ക് ടെൻഷനായി. കുറേ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കണില്ല, എന്താണെന്നറിയില്ല. അവസാനം വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ 2 കൂടെ കെട്ടിപ്പിടിച്ച് ഇന്ന് കരയുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദെ, പിരിപ്പിക്കരുത്. പറയാനറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പുറകിലത്തെ വാതിലിൽ കൂടെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിച്ചോ, വീട്ടിൽ പോകരുതെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവർ 2 പേരും പോയടോ. താഴെ ചെന്നപ്പോൾ അപ്പോഴും എഴുത്തും കുത്തും ബഹളവും നടക്കുക. ഇതാണ് ഇന്നത്തെ കുടുംബജീവിതം. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന വിഷയം അത് നിസ്സാരമായി കാണുന്നവർ, അതിന് എല്ലാ സൗകര്യവും മഹല്ലുകളും ഈ ഇങ്ങനെയുള്ള ആൾക്കാരങ്ങ് ചെയ്തു കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ സഹോദരൻ്റെ കല്യാണം, ഉസ്താദ് വരണം കേട്ടോ, നിർബന്ധമായിട്ടും വരണം. എനിക്ക് പോകാൻ പറ്റിയില്ലടോ. പിന്നീട് കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വരാൻ പറ്റിയില്ല, ജാമ്യം എടുക്കാൻ പോയി അടുത്ത്. ഞാൻ പറഞ്ഞു, എടാ പറ്റിയില്ല, എന്തോ തിരക്കായിപ്പോയി. ഇങ്ങനെ ഉണ്ടടാ ജീവിതമൊക്കെ, ഭാര്യയ്ക്ക് എന്തേ, അവളെന്നേ പോയി ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാത്തത് കാരണം അവൾ പോയി ഉസ്താദെ. സുബ്ഹാനല്ലാഹ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ലെന്ന്. മസ്ലിഹത്തൊന്നും കമ്മിറ്റി പോയപ്പം സെക്രട്ടറി ചോദിച്ചെന്ന്, എടാ അതൊക്കെ മേടിച്ചു കൊടുത്തുകൂടെ, ഇപ്പം എന്നെ കുഴപ്പം എന്താ, ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചു, ബർത്ത്ഡേ ആഘോഷിച്ചുകൂടെ എന്ന് അയാളും പറയണത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന പിതാവ് തൻ്റെ പൊന്നാര മകളോട് പറയുകയാ, മോളെ ഫാത്തിമ,
പഠിക്കണേ ഉമ്മ. നിനക്കും പരാതിയാണ്, നിന്റെ മകൾക്കും പരാതിയാണ്. ഭർത്താവിൻ്റെ വീട്ടിലെ കഷ്ടപ്പാടാണ്, ജോലിയാണ്, തുണി കഴുകണം, ചോറ് വെക്കണം അടുപ്പത്ത്, അതാ പാത്രം കഴുകണം, എന്തെല്ലാം കഷ്ടപ്പാടാണ്. ഓസിനല്ലല്ലോ പെങ്ങള് അള്ളാഹു തരുന്ന എത്ര വലിയ പ്രതിഫലമാണെന്നറിയോ. അതാ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ, ഭർത്താവിൻ്റെ വസ്ത്രം കഴുകിയാൽ, വീട് അടിച്ച് വാരിയാൽ, പടച്ചവനെ നീ എന്ത് ചെയ്താലും പ്രതിഫലമാണ് പെങ്ങളെ, എന്ത് ചെയ്താലും പ്രതിഫലമാണ്. നിന്റെ ഓരോ കഷ്ടപ്പാടിനും എന്തിനെന്നറിയോ, അടുക്കളയിൽ അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് ചോറ് വെക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിലൂടെ ഒരു തുള്ളി വിയർപ്പുള്ളിയെ ഒരു തുള്ളി വിയർപ്പങ്ങാണം താഴെ വീണ അതും വെറുതെ ആകില്ല ഉമ്മ. ആ വിയർപ്പ് തുള്ളിക്ക് പോലും അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നുണ്ട് പെങ്ങള്. അള്ളാന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിച്ചു ഫാത്തിമ, അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, എന്നാൽ അടിമയേക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നന്മ ലഭിക്കുന്ന ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ വാപ്പാ, എന്താ വാപ്പാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് പറയണേ ഫാത്തിമ, ഇത് പറയണേ ഫാത്തിമ. ഒരടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലമുള്ള കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറ ഫാത്തിമ, ഈ ദിക്ർ പറ ഫാത്തിമ. ഇത് കേട്ടപ്പോൾ നമുക്ക് നിസാരമായി തോന്നുന്നടോ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നാര മകള് പറയുക, പെങ്ങളെ 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. ആ 29 വയസ്സിൽ മരിക്കുന്ന ദിവസവും ഫാത്തിമ മുടക്കിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞു കൊടുത്ത നന്മ ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസവും പറഞ്ഞു. പെങ്ങള് അലിയാര് തങ്ങള് പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാര് തങ്ങൾ പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ മുത്തുമണി, എൻ്റെ മുത്തുനബി പറഞ്ഞത് ഞാൻ ഇന്ന് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല. ഇതാടോ നന്മയെന്ന് പറഞ്ഞാൽ, ഇതാടോ നന്മയെന്ന് പറഞ്ഞാൽ, ഇത് കേട്ടപ്പോ നമുക്ക് നിസാരമായടോ. സിറാജേ ഒരു സുബ്ഹാനല്ലാഹയാണോ, ഒരു അൽഹംദുലില്ലാഹയാണോ, ഒരു അല്ലാഹു അക്ബറാണോ? ഇത് പറയാൻ വേണ്ടിയാണോ ഇത്ര നേരം എടുത്തത്? നിനക്കറിയില്ല വാപ്പാ, ആ ദിക്റിന്റെ മഹത്വം നിനക്കറിയൂല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ നീ 33 പ്രാവശ്യം പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്ർ? ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് പറയാൻ തന്നെ മനസ്സ് വരുന്നില്ല, കാരണം അത്രയ്ക്ക് നിസാരമായി പോയി. നിനക്കാ വാപ്പ നിസാരം? ചെറുപ്പക്കാരൻ, നിനക്കായി ഇത് നിസാരം? ഇതിന്റെ മഹത്വം നിനക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, പാവപ്പെട്ടവരായ സഹാബത്ത്, നബിയെ, ഈ പ്രതിഫലം മുഴുവനും ഈ പണക്കാർ കൊണ്ടുപോകുന്നു. അവർ ഹജ്ജിന് പോകുന്നു, അവർ വർഷാവർഷം ഹജ്ജിന് പോകുന്നു, തോന്നുമ്പോൾ ഉംറയ്ക്ക് പോകുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അള്ളാന്റെ ദീനിന് സമ്പത്ത് വാരിക്കോരി കൊടുക്കുന്നു. നമ്മുടെ കയ്യിലൊന്നുമില്ല നബിയെ, നിങ്ങൾ പാവപ്പെട്ടവരാ, ഹജ്ജ് ഉംറയൊക്കെ നമുക്കിങ്ങനെ സ്വപ്നം കാണാനല്ലേ പറ്റൂ. അപ്പം നബിതങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ? നബിതങ്ങൾ ചോദിക്ക, ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ? സഹാബത്ത് ചോദിച്ചു, എന്താണെന്ന്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വിശക്കുന്നവന് വല്ലതും കൊടുത്തിട്ടേ കാര്യമുള്ളൂ.
മന്തി ബിരിയാണി തിന്നിട്ടിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഹജ്ജിൻ്റെ മക്കത്ത് ചെന്ന് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായിലിരുന്നിട്ട് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറഞ്ഞാൽ മതി, ഹജ്ജിൻ്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉണ്ട്. ഏതെങ്കിലും കിതാബിലെല്ലാം സഹീഹ് മുസ്ലിമിൽ തന്നെ ഈ ഹദീസ് കാണാം. ഏത് ദിക്ർ? ഈ നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ. ഓടുവല്ലേ നമ്മൾ, അല്ലാ എന്ത് സുബ്ഹാനല്ലാ. ഇന്ന് 5 വഖത്ത് ഉണ്ടായിരുന്നു, 5 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമായിരുന്നു. ആര് പറഞ്ഞു? സ്വന്തം ചിന്തിക്ക്. ആര് പറഞ്ഞു? അതാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടോ, നന്മ നമുക്ക് ചെറുതും വലുതും, നമ്മൾ നിസ്സാരമായി നമ്മളെ കാണാ. അള്ളാഹുവിന്റെ മുമ്പിൽ എത്രത്തോളം പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് സഹോദരാ, നമുക്കുമൊന്ന് മത്സരിക്കാമടോ. പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞ ഒരു നന്മയാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ, ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു, എല്ലാ ജോലിയും കഴിഞ്ഞു, കിടന്നുറങ്ങാൻ ബെഡ്റൂമിൽ കട്ടിലിന്റെ അകത്ത് വന്നിരിക്കുമ്പോ അല്ലാഹ് സഹോദരാ, എന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, നീ മരിക്കുന്ന കാലം വരെ പറയാ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും ഉസ്താദ്. അതാ അല്ലാഹുവേ, അതാ ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യുന്നത് നിന്റെ ഇഷ്ടം. ഉസ്താദ്, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 ദിക്ർ പറഞ്ഞിട്ടേ ഞാൻ കിടന്നുറങ്ങൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ഒറ്റ ദിവസം അരക്കയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലാഹുവേ, ആരെല്ലാം മജ്ലിസിലിരുന്ന് കൈവക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹ് നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം തരണേ റഹ്മാനെ. ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കാത്ത ഹൗലുൽ കൗസർ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈപൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹ് മരിക്കുന്ന സമയം സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഈമാനോടുകൂടി മരിക്കുന്നവരിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. അതിൻ്റെ കൂടെ രാമീൻ പറ. പൈസ ഒന്നും ചോദിച്ചില്ല, ഒരു നന്മ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലരങ്ങനെ മതകളകി ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഉണ്ടാ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇത് ചെയ്യുക. ഈ ഒരു നന്മ ചെയ്തിട്ട് ഇന്ന് ഉറങ്ങാവും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു നന്മ പഠിച്ചില്ലേ? ഒരു നന്മ പഠിച്ചോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഒരു നന്മ പഠിച്ചോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഇന്ന് ചെയ്ത് നോക്ക്. ഇതിന്ന് ഭാര്യയും ഭർത്താവും കൂടെ എന്തായിക്കാ ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേടി? സുബ്ഹാനല്ലാഹ് പറ. ഭർത്താവിനോട് ഭാര്യ പറയുന്നത് വയല് കഴിഞ്ഞിട്ട് എഴുന്നേക്ക്, ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? ഈ ദിക്ർ പറഞ്ഞ ഹജ്ജിന്റെ കൂലി കിട്ടും, എഴുന്നേറ്റിരിക്ക് എന്നൊന്ന് പറഞ്ഞു നോക്ക് സഹോദര. ഇന്നു വരെ നിന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു ആനന്ദം ഇന്ന് രാത്രി ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സുഖമല്ലേ എല്ലാവർക്കും? സുഖമല്ലേ? ആന്ന് പല്ലുവേദനയാന്ന്. എടാ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞവർ, സുഖമാണെന്ന് പറഞ്ഞവർ, തലകുലിക്കവർ, ചിരിച്ചവർ, എൻ്റെ പൊന്നാര കാക്ക, അങ്ങനെയാണോ മറുപടി പറയണ്ടേ? എടാ നമ്മളിതാ വഅദുകളൊക്കെ കേൾക്കും, ജീവിതത്തിലൊന്നുമില്ല, പറയുന്നവനും ഇല്ല, കേൾക്കണവനും ഇല്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി സുഖമാണോ? അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ്. നബി എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബി. ഈ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. എന്നാൽ പുറകിൽ രണ്ടാമതൊന്ന് കയറി വരുന്നുണ്ട്. ഓനോടും ചോദിച്ചു സുഖമാണോ എന്ന്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞു ചങ്ങാതി. ആ ചങ്ങാതി പറഞ്ഞു സുഖമാ, റാഹത്താ, ഖൈറാ. അപ്പം നബി തങ്ങൾ ചിരിച്ചൊന്നും മിണ്ടിയില്ല. അതെന്തേ നബിയെ? എനിക്ക് ദുആയില്ലേ? എനിക്ക് ദുആയില്ലേ നബി? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയല്ലേ എന്നോട് ചോദിച്ചേ. ഓന് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് ദുആയില്ലേ? നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി. നബിഗന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ?
സുഖമാണോ? അതെന്താ ആദ്യം പറയാൻ? അതാണ് ഞാൻ പറഞ്ഞത്. അത് അറബികൾക്കുള്ളാന്ന് വിചാരിച്ചേ. അതൊക്കെ അറബികൾക്കുള്ളതല്ല. അതൊക്കെ ഇപ്പം സ്വർഗത്തിൽ പോവാം. അൽഹംദുലില്ലാ പറഞ്ഞ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവാം. നമ്മളങ്ങനെ വിചാരിക്കണേ. എൻ്റെ പൊന്നാര ചങ്ങാതി, ചെറുതും വലുതും ഒന്നുമില്ല. ആ അൽഹംദുലില്ലാ കൊണ്ട് നിനക്ക് ദുനിയാവിലും നേട്ടം, ആഖിറത്തിലും നേട്ടം. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അത് ഹയാത്താക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പോൾ സുഖമില്ലേ? കച്ചവടമൊക്കെ ഇല്ലേ? ആരോഗ്യമൊക്കെ ഇല്ലേ? പൈസയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇത് മതി, ഈ അൽഹംദുലില്ലാ മതി. ഒരു സുബ്ഹാനല്ലാ, ഒരു അൽഹംദുലില്ലാ, ഇത് മതി. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മടുത്താ നിർത്തണോ? സമയം എന്തായി? ഇപ്പോൾ സമയം എന്തായി സാർ? 10:30. മാഷാ അല്ലാഹ്. ഉച്ചകൊണ്ടിരിക്കല്ലേ? കുറച്ചു നേരം കൂടി ഇരിക്കല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് നാളെ രാവിലെ മലപ്പുറത്തൊരു വയലുണ്ട്. നേരെ ഇവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് പോവാം, വീട്ടിൽ പോകുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് 11 മണി വരെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമതായി പറയുകയാ. രണ്ടാമത്തെ സ്വഭാവ ഗുണമെന്തെന്നറിയോ? വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വയദുഊനനാ റഗബൻ വറഹബാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുഃഖം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമടോ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. നമ്മളോ എല്ലാവരും ദുആ ചെയ്യുന്നവരല്ലേ? പക്ഷെ നമ്മുടെ ദുആയും ആ ദുആയും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുന്ന ദുആയും ആ ദുആയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നീ ദുആ ചെയ്യുമ്പോൾ നിനക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന്. നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട്. ഉദാഹരണം, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാ. എത്ര പേര് ആമീൻ പറയുന്നത്? പടച്ചവനെ സദ്യ ഉണ്ണായിരിക്കണ പോലെ ചമ്മണം കുട്ടി അങ്ങോട്ട് ഇരിക്കുക, ഇല ഇട്ടിട്ട് അങ്ങോട്ട് വെട്ടിയപ്പോൾ തിന്നാം. എടോ, ഈ കൈ പോലും ഒന്ന് നേരെ പിടിക്കാൻ നമ്മളിൽ പലർക്കും മനസ്സില്ലടോ. ഖത്തീബ് തന്നെ ചിന്തിക്കും, ആർക്കല്ല ഞാൻ ആർക്കല്ല. നമ്മുടെ അടി ദുആ ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ വേറെ തർക്കം. നിസ്കാരത്തിന് ശേഷം ഉണ്ടോ ഇല്ല അത് ഉറക്കം. അല്ലാഹുടെ വഴി ദുആ ചെയ്യുന്നതിൽ പോലും നമുക്ക് തർക്കം. ഉസ്താദ് തന്നെ ചിന്തിക്കുക, പടച്ചോനെ ഞാൻ ആർക്കല്ല. ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. ഒരു മരിച്ച വീട്ടിൽ ദുആ കൊണ്ടുപോയപ്പോൾ 7 കണ്ടായിരുന്നു തോന്നുന്നു, 3 7 കണ്ടോ. ഉസ്താദ് ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം കേട്ടോ. ഞാനും എൻ്റെ ചങ്ങാതിയും കൂടെ പോയി. അവസാനം അവിടെ പോയിരുന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഇവരാരും വരുന്നില്ല. എൻ്റെ കൂടെ ഉള്ള ഉസ്താദ് പറഞ്ഞു, കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു വാ. ഇല്ല ഉസ്താദ് ദുആ ചെയ്തോ. കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു വാ. ഇല്ല ഉസ്താദ് ചെയ്തു. 3 വട്ടം വിളിച്ചിട്ട് ഇവരാരും വരുന്നില്ലടോ. നമ്മൾ യാസീൻ ഓതിയിട്ട് മുഖാമുഖം നോക്കിയിരിക്കുക. ആർക്കല്ല ഇത്? അവർ ചെമ്പിൻ്റെ സൈഡിൽ നിൽക്കുക. അങ്ങനെ യാസീൻ ഓതി കളയാൻ പറ്റുമോ? ഒരു യാസീൻ ഓതി വെച്ചിരിക്കുകയല്ലേ, വേസ്റ്റാക്കാൻ പറ്റുമോ? ഞാൻ അവസാനം ദുആ ചെയ്തു, പടച്ചോനെ ഇതെൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണം അല്ലാഹ്. ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദെ അല്ലാഹു ഈ ഉസ്താദിൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ പടച്ചോനെ. കാരണം ഇതേപോലെ പള്ളിയിലെ ഖത്തീബിൻ്റെ അവസ്ഥ. പള്ളിയിലെ ഖത്തീബും ദുആ ചെയ്താൽ നേരത്തെ ഇങ്ങനെ നോക്കിയിരിക്കുക. വാപ്പാക്കിയൊക്കെ ശബ്ദം ഉണ്ടോയെന്ന് ജനറൽ ബോഡിയിലൊക്കെ പോകണം, അപ്പോഴറിയത്തുള്ളൂ ഉപ്പാടെ ശബ്ദം എന്താന്ന്. എടാ, ഇനി അങ്ങനെങ്ങാനും പോട്ടെ, ഇനി ആമീൻ പറഞ്ഞാലോ? ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആമീൻ കേൾക്കുന്നുണ്ട്, ആമീൻ. അല്ലാഹ് ഉസ്താദ് നോക്കണം, ആരാ അല്ലാഹ് ഇന്ന് പതിവില്ലാതെ ഉസ്താദ് ഉഷാറായി ദുആ നീട്ടി. അല്ലാഹ് നീ സ്വർഗം കൊടുക്കണേ, അല്ലാഹ് നല്ല മരണം കൊടുക്കണേ, അല്ലാഹ്. ഈ ചങ്ങാതി ആമീൻ ആമീൻ ആമീൻ. ഇവൻ്റെ ആമീൻ്റെ നീട്ടം കണ്ടിട്ട് ചാരിയിരിക്കണ വാപ്പനെ നോക്കുന്ന, ആരാ അല്ലാഹ് പതിവില്ലാതെ ഇന്ന്, ആരാ അല്ലാഹ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചങ്ങാതി. അപ്പോൾ ഉസ്താദിന് തന്നെ സംശയം, ഇവൻ കിളി പോയതോ അല്ല ആണോ പറച്ചന് അറിയില്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് ആമീൻ പറയണ്. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോൾ ഓൻ 2 കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കി. അപ്പോഴാണ് കാണുന്നത് പോക്കറ്റിനകത്ത് തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ. പടച്ചവനെ ലോട്ടറി പോക്കറ്റിൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ അവസ്ഥ.
ഇതാണ് ഇന്നത്തെ ദുആയുടെയൊക്കെ അവസ്ഥ. ആമീൻ പറയുന്നവൻ്റെ അവസ്ഥ ഇതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓണബമ്പറൊക്കെ എടുത്തോ? എത്ര കോടിയായിരുന്നടോ ഓണബമ്പർ? എത്ര കോടിയായിരുന്നു? ഒറ്റ മനുഷ്യനും അറിയത്തില്ല. എല്ലാ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഓണബമ്പർ എത്രയാന്ന്. എടുത്തു വെച്ചിട്ട് ദുആയും ചെയ്തോണ്ടിരക്ക അല്ലാ അടിക്കണേ അല്ല. എത്ര ആയിരുന്നു? 25 എത്ര ആക്കാ? 25 മൈക്ക് സെറ്റ് ആരാ അറിയ? 25 കോടി. പടച്ചറപ്പേ, എവിടെ കൊണ്ടുവെക്കാനാ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.